എൻ്റെ നന്ദ, എന്നാലും നീ ഞങ്ങളെ തേടി വന്നല്ലോ. അമ്മാവൻ നന്ദരെ മാറിപ്പുണർന്നു. ആ കണ്ണുകൾ നിറഞ്ഞിരുന്ന മാതൃ സ്നേഹം നന്ദനെ വ്യക്തമായി കാണാമായിരുന്നു. ഭാനുമായി മീരയുടെ അടുത്തെത്തി അവളുടെ കയ്യിൽ പിടിച്ചു. മീര മോൾക്ക് ഞങ്ങളെ ഒക്കെ അറിയുമോ? അറിയാമെന്ന് മീര തലയാട്ടി. നന്ദ, നിന്റെ സെലക്ഷൻ മോശമായില്ല കേട്ടോ. നല്ല ഐശ്വര്യമുള്ള മോള്. ഭാനുമായി മീരയെ പുകഴ്ത്തി. നന്ദൻ ഒന്ന് ഇടം കണ്ണിട്ട് മീരയെ നോക്കി പുഞ്ചിരിച്ചു. അല്ല അമ്മാവ, അക്കി എവിടെ? നന്ദ അത് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ മീരയിലേക്ക് പോയിരുന്നു. അവൾക്ക് യാതൊരു ഭാവപകർച്ചയും ഉണ്ടായിരുന്നില്ല. അവൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിറങ്ങിയത്. ഇപ്പോൾ വരും. നിങ്ങൾ കയറി വാ മക്കളെ. അമ്മാവനും അമ്മായിയും അവരകത്തേക്ക് ആനയിച്ചു. നാട്ടിലെ വിശേഷങ്ങളും മീരയുടെ സർജറിയുടെ കാര്യങ്ങളും എല്ലാം നന്ദൻ അമ്മാവനോടും അമ്മായിയോടും വിവരിച്ചു. അപ്പോഴേക്കും അവർക്ക് മുമ്പിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മറ്റാരുമല്ല, അക്കി. നന്ദനെയും മീരയെയും അവൾ അത്ഭുതത്തോടെ നോക്കി. നന്ദൻ ആണെങ്കിൽ അക്കിയുടെ രൂപമാറ്റത്തിൽ അത്ഭുതപ്പെട്ടു ഇരിക്കുകയായിരുന്നു. ഇങ്ങോട്ടൊന്നും പറയുന്നതിന് മുമ്പ് തന്നെ നന്ദൻ അവളോട് ചോദിച്ചു. എന്താ അക്കി, ഇതെന്ത് മാറ്റമാ? നിനക്ക് പണ്ട് സ്ലീവ്ലെസ് ടോപ്പൊക്കെ ഇട്ടുകൊണ്ട് പരിഷ്കരിച്ചു നടന്നവൾ കുർത്തയും പാൻറ്റും ഒക്കെ ഇട്ട് നടക്കുന്നു. നീ ആളാകെ മാറിപ്പോയല്ലോ. എന്തു പറ്റി? അവളൊന്നും മിണ്ടാതെ അവനെ നോക്കി പുഞ്ചിരിച്ചു. അതിനു മറുപടി പറഞ്ഞത് അമ്മാവനായിരുന്നു. എൻ്റെ നന്ദ, ഒന്നും പറയണ്ട. എല്ലാം എൻ്റെ മോളുടെ കയ്യിലിരിപ്പ്, അല്ലാതെന്ത്. എന്നാലും എൻ്റെ മോൾ ഇപ്പോൾ ഒരു പെണ്ണായത്. എല്ലാം അവൾ തന്നെ പറയും. അക്കി മീരയെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു. മീരേച്ച് നന്ദേട്ടനെയും കൂട്ടി അകത്തേക്ക് വാ. മീരയും നന്ദനും അക്കിക്ക് പിന്നാലെ അവളുടെ റൂമിലെത്തി. അവിടെ മാകെ അലങ്കോലപ്പെട്ടിരിക്കുകയായിരുന്നു. അടുക്കൊട്ട് ചിട്ടയും ഇല്ലാതെ വാരി വലിച്ചെറിയപ്പെട്ട ബുക്കുകൾ, സ്ഥാനഭ്രഷ്ടം വന്ന അലങ്കോല കോപ്പുകൾ അങ്ങനെ 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 പലതും. എൻ്റെ അക്കി, നിനക്കിതൊക്കെ അടുക്കി വെച്ചൂടടി. നന്ദൻ്റെ ചോദ്യം കേട്ട് അക്കി അവജ്ഞ രൂപത്തിൽ അവനെ ഒന്ന് നോക്കി. എന്താ നിനക്ക് പറ്റിയേ? നന്ദൻ സമാധാനപരമായി ചോദിച്ചു. അത് നന്ദേട്ടാ. അവൾ വാക്കുകൾ കിട്ടാതെ അലഞ്ഞു. പറയടി. നന്ദൻ നിർബന്ധം പിടിച്ചു. അത് പിന്നെ എനിക്കൊരു സീരിയസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഈ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ്മാനിൽ ഒരാളായ രവിശങ്കറിൻ്റെ മകൻ ആകാശ് രവി. എന്നിട്ട് നന്ദൻ ആകാംക്ഷയോട്. ഞങ്ങളുടെ റിലേഷൻ എല്ലാ അർത്ഥത്തിലും വളർന്നു. അപ്പോഴാണ് നാട്ടിൽ നിന്ന് അവൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ വരവ്. അവളും അവർക്കൊപ്പമായിരുന്നു താമസം. പോരാത്തതിന് എൻ്റെ കോളേജിൽ അഡ്മിഷനും എടുത്ത്. അതിനെന്താ? നന്ദൻ വീണ്ടും ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർന്നില്ല നന്ദേട്ടാ. അവളുടെ വരവോടെ ആകാശ് എന്നെ വിട്ടു. അവൾക്ക് പിന്നാലെ പോയി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ചീറ്റഡ് മീ. അവൾക്കും ഞങ്ങളുടെ റിലേഷൻ അറിയായിരുന്നു. ഒരു അർത്ഥത്തിൽ അവൾ ആകാശിനെ വലയിൽ ആക്കിയതാണ്. ഇത് കേട്ട് നന്ദനും മീരയും മുഖത്തോട് മുഖം നോക്കി നിന്നു. നന്ദേട്ടൻ അറിയുമോ, ഞാൻ ഒരുപാട് പേരുമായി ഫ്ലർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും സീരിയസ് ആയി ഇഷ്ടപ്പെട്ടത് അവനെയാ. നന്ദേട്ടൻ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിയാ. അത് നന്ദേട്ടൻ എന്നോടൊന്നുമില്ലെന്നറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഏട്ടൻ സ്വന്തം ഏട്ടനെ പോലെയായി. എന്നാൽ അത് പോലെ അല്ലായിരുന്നു ആകാശ് എനിക്ക്. നന്ദനൊന്ന് ഇരുത്തി മൂളി. അക്കി തുടർന്നു. ആ പെണ്ണിൻ്റെ പേര് പ്രിയ. അവളും ഞാനും കോളേജിൽ വെച്ച് എന്നും അടിയാ. കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക് അവളോട്. ഡി, പ്രിയയുടെ ഫുൾ നെയിം എന്താ? നന്ദൻ ചോദിച്ചു. പ്രിയ സുകുമാർ, അവൾ പറഞ്ഞു. ഇത് കേട്ടോ നന്ദനും മീരയും ഒരുമിച്ച് ഞെട്ടി. പ്രിയ സുകുമാർ? ആ, നന്ദേട്ടൻ അറിയുമോ? അവൾ ചോദിച്ചു. നിന്റെ കയ്യിൽ അവളുടെ ഫോട്ടോ വല്ലതുമുണ്ടോ? നന്ദൻ ചോദിച്ചു. ഉണ്ട്, കാണിക്കാം. അവൾ മൊബൈലെടുത്ത് ഫേസ്ബുക്ക് തുറന്നു. അതിൽ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു അവർക്ക് മുമ്പിലേക്ക് നീട്ടി. ആ ഫോട്ടോ കണ്ട് മീരയും നന്ദനും വിശ്വാസം വരാതെ പരസ്പരം നോക്കി നിന്നു. ഉണ്ണിയേട്ടൻ്റെ പ്രിയ. മീര നെഞ്ചിൽ കൈവച്ചു പറഞ്ഞു. അക്കിയൊന്നും മനസ്സിലാകാതെ നന്ദനെ നോക്കി ചോദിച്ചു. ഉണ്ണിയേട്ടനോ? അതായത്? നന്ദൻ മനസ്സിൽ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ഓ, അതൊരു വലിയ കഥയാ. ഈ പ്രിയ കാരണം കരഞ്ഞത് നീ മാത്രമല്ല, മറ്റൊരാൾ കൂടി ഉണ്ട്. ആര്? അക്കിക്ക് ആകാംക്ഷയുടെ ചോദ്യം ഉയർന്നു. അത് വേറെ ആരുമല്ല, ഈ നിൽക്കുന്ന എൻ്റെ സഹധർമ്മിണി. നന്ദൻ മീരയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അക്കിക്കും ആകാംക്ഷ ഇരട്ടിച്ചിരുന്നു. അതെങ്ങനെയെന്ന് പറ നന്ദേട്ടാ. നന്ദൻ പറഞ്ഞു തുടങ്ങി. മീരയെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ ബന്ധുവായ ഉണ്ണിയുമായി കല്യാണം പറഞ്ഞു വെച്ചിരുന്നതാ. ഉണ്ണിക്കും സമ്മതമായിരുന്നു അന്നൊക്കെ. അപ്പോഴാണ് ഇവർക്കിടയിലേക്ക് പ്രിയ എന്ന പ്രിയ സുകുമാരൻ കടന്നു വന്നത്. അവർ ഉണ്ണിയുമായി പ്രേമത്തിലായി. പിന്നെ ഉണ്ണിക്ക് മീരയെ കാണുന്നത് ചതുർത്ഥിയായി. ഒരുപാട് ദോഹിച്ചിട്ടുണ്ട് അവർ ഈ പാവത്തെ. നന്ദൻ പറഞ്ഞു നിർത്തിയപ്പോൾ അക്കിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നി. അവൾ മീരക്ക് നേരെ തിരിഞ്ഞു. ഇങ്ങനെ കഥയുണ്ടായിരുന്നില്ലേ മീരേച്ചി? നമുക്കിതിന് പ്രതികാരം ചെയ്യണ്ടേ? ഇത് കേട്ട് മീര ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ പറഞ്ഞു. അക്കി വാശിയോടെ പറഞ്ഞു. നീ എന്ത് ചെയ്യാൻ പോകുക അക്കി? നന്ദൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഇത് കേട്ട് ചുണ്ടിലൊരു ചെറി വരുത്തി അവൾ പറഞ്ഞു. നന്ദേട്ടൻ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. എന്തായാലും ഞങ്ങൾ അധികം താമസിക്കാതെ നാട്ടിലേക്ക് പോരും.
അപ്പോൾ ബാക്കി അവിടെ വന്നിട്ട് ഇത്രയും പറഞ്ഞ് അവൾ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അവൾ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ നന്ദനും മീരക്കും തോന്നി. അമ്മാവനും കുടുംബത്തിനുമൊപ്പം കുറച്ചു സമയം ചിലവഴിച്ചതിന് ശേഷം നന്ദനും മീരയും യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങി. എന്താ നന്ദ, ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്നൂടെ? അമ്മായി ചോദിച്ചു. വേണ്ട അമ്മായി, ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നു. അമ്മായിയുടെ മുഖം ഒന്ന് വാടി. എന്നാലും നന്ദ, അത് വേണ്ടായിരുന്നു. പിന്നെ സർജറി കഴിഞ്ഞുടൻ യാത്ര പാടില്ലല്ലോ. അപ്പോൾ ആരാ മീരയുടെ കാര്യങ്ങൾ നോക്കുന്നേ? അമ്മായി വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തി. അത് പിന്നെ ഇവളുടെ പേരൻസ് വരും. സർജറി ഡേറ്റ് ആകുമ്പോൾ എത്തിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു, നന്ദൻ പറഞ്ഞു. നന്ദ, അവരോട് വരണ്ടെന്ന് പറ. മീരമോളെ ഞങ്ങൾ നോക്കിക്കോളാം. അമ്മായി ഇത്രയും പറഞ്ഞ് മീരയുടെ നെറുകിൽ തലോടി. നന്ദൻ ചിരിച്ചു. അത് വേണ്ട അമ്മായി. വേണം. അമ്മായിയുടെ ശബ്ദം കനത്തു. നന്ദൻ എന്ത് പറയണം എന്ന് സംശയമായി അവൻ മീരയെ നോക്കി. അവൾക്കും പറയാൻ മറുപടി ഇല്ലായിരുന്നു. ഒടുവിൽ അങ്ങനെ തന്നെയാകട്ടെ എന്ന് പറഞ്ഞ് അവളിൽ നിന്നും ഇറങ്ങി. റൂമിലെത്തിയിട്ടും മീര ആകെ അസ്വസ്ഥയായിരുന്നു. നന്ദൻ അത് ശ്രദ്ധിക്കാതിരുന്നില്ല. ബെഡിൻ്റെ ഓരത്ത് ചാരിയിരിക്കുകയായിരുന്ന മീരയുടെ സമീപം നന്ദനും ഇരുന്നു. എന്തോടെ ഒരു വിഷാദ ചായ തനിക്കും? അവൾ ആലോചന നിർത്തി അവനെ ഒന്ന് നോക്കി. എന്നാലും നന്ദേട്ടാ, ആ പ്രിയ ഉണ്ണിയേട്ടനെ ചതിച്ചല്ലോ. അവൾ അത് പറയുമ്പോൾ നന്ദൻ്റെ ഉള്ളിൽ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. എന്താ മീര, തനിക്ക് ഉണ്ണിയോട് സിമ്പതിയാണോ? ഒന്ന് പോ നന്ദേട്ടാ. അവൾ പരിഭവം നടിച്ചു. നന്ദൻ്റെ നെഞ്ചിൽ ചെറുതായി ഒന്നിടിച്ചിട്ട് തിരിഞ്ഞു കിടന്നു. നന്ദേട്ടൻ്റെ മീരക്കുട്ടി പിണങ്ങിയോ? ഇപ്പോൾ അതൊന്നും മോൾ ചിന്തിക്കേണ്ട. നീ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കും. കുഞ്ഞോ? അവൾ തിരിഞ്ഞു കിടന്നു നന്ദനെ നോക്കി. അതെ, കുഞ്ഞ്. ഈ സർജറി കഴിഞ്ഞ് റെസ്റ്റും കഴിഞ്ഞ് മോള് എണീറ്റാൽ ഉടൻ നമുക്കതിനെപ്പറ്റി ചിന്തിക്കണം, നന്ദൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. മീരയുടെ മുഖം നാണത്താൽ അകൃതമായി. ഇത് മറക്കാനുള്ള ഉപായമായി അവൾ അവൻ്റെ നെഞ്ചോട് പറ്റിച്ചേർന്ന് കിടന്നു. അപ്പോഴും അവൻ്റെ നെഞ്ചിലെ സ്നേഹത്തിഴമുപ്പുകൾ അവളുടെ കരമണ്ഡപത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. ഇന്ന് മീരയുടെ സർജറി നടക്കുന്ന ദിവസമാണ്. തലേന്ന് വൈകിട്ട് തന്നെ നന്ദൻ അവളെ അഡ്മിറ്റ് ചെയ്തിരുന്നു. നന്ദൻ്റെ നിർദ്ദേശപ്രകാരം അവളുടെ അച്ഛനമ്മമാർ അവരുടെ അങ്ങോട്ടേക്കുള്ള വരവ് വേണ്ടെന്ന് വെച്ചിരുന്നു. അമ്മാവനും അമ്മായിയും അക്കയും നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. മീരയുടെ മനസ്സിൽ ആകെ ഒരു ആദി അളിപ്പിടിച്ചിരുന്നു. നന്ദനും അതേ അവസ്ഥ ആയിരുന്നെങ്കിലും അവൻ അതിനൊക്കെ മറ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. നന്ദൻ്റെ അടുത്തു നിന്നും മാറാതെ മീര അടക്കി വെച്ചിരുന്നു. അക്കിയാണിൽ കലപില വെച്ചു മീരക്ക് ആത്മധൈര്യം പകരാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. മീരച്ചിക്ക് എന്തൊരു ടെൻഷനാണ് നന്ദേട്ട, അക്കി മീരയെ ഒന്ന് തണുപ്പിക്കാൻ എന്നോണം പറഞ്ഞു. നന്ദൻ ഒന്ന് ചിരിച്ചു. അപ്പോഴാണ് നേഴ്സ് വന്നത്. മീരയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ സമയമായി. പോന്നോളൂ. അവൾക്ക് മുമ്പിലേക്കോ സ്ട്രക്ചർ വന്നു നിന്നു. അതിലേക്കോ അവളെ നന്ദൻ കൈ പിടിച്ചിരുത്തി. പോകുന്ന വഴി മീര നന്ദൻ്റെ കയ്യിൽ ഇറുക്കി പിടിച്ചു. അവൻ അവളെ ദയനീയമായി ഒന്ന് നോക്കി. പിന്നെ ഒന്നുമില്ല, സമാധാനമായിരിക്കാൻ കണ്ണുകൾ കൊണ്ട് മൊഴിഞ്ഞു. മീരയെ അകത്തേക്ക് കയറ്റി. നന്ദന് ടെൻഷൻ കൂടി. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ചിന്തിച്ച് നടക്കാൻ തുടങ്ങി. അക്കെ അവനെ ആശ്വസിപ്പിക്കാനാവുന്നത്ര ശ്രമിച്ചുകൊണ്ടിരുന്നു. സമയം വേഗത്തിൽ ചക്രം തിരിഞ്ഞുകൊണ്ടിരുന്നു. സർജറിക്ക് അറിയേണ്ട സമയം അതിക്രമിച്ചിട്ടും അകത്തുനിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. നന്ദൻ ആകെ പരിഭ്രാന്തനായി. ഇത്തവണ അക്കിക്കും ചെറിയൊരു നെഞ്ചിടിപ്പുണ്ടായി. അപ്പോഴേക്കും ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു. അവരെ കണ്ടതും നന്ദൻ ഓടി അവർക്കരികിലെത്തി. സിസ്റ്റർ, ഇതുവരെ സർജറി കഴിഞ്ഞില്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നന്ദൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ അവർ പുറത്തിറങ്ങാൻ പോയി. നന്ദൻ്റെ മനസ്സിൽ 1000 പൊൻചിറമ്പുകൾ ഒന്നിച്ചു മുഴങ്ങിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് വന്നു. അത് കണ്ടെങ്കിലും ഡോക്ടറോടൊന്നും തന്നെ ചോദിക്കാൻ നന്ദനായില്ല. അത്രയ്ക്ക് അവൻ തളർന്നിരുന്നു. ഡോക്ടർ അവൻ്റെ സമീപത്തെത്തി. മിസ്റ്റർ നന്ദൻ, പ്ലീസ് കം ടു യുവർ റൂം. നന്ദൻ കേട്ട പക്ഷം കേൾക്കാത്ത പക്ഷം ഡോക്ടർക്ക് പിന്നാലെ നടന്നു. അതും തീ കൊടുത്തുവിട്ട ഒരു കളിപ്പാവ പോലെ. ഡോക്ടർക്കൊപ്പം നന്ദനും റൂമിലെത്തി. എന്ത് സംഭവിച്ചു എന്നറിയാതെ നിൽക്കുകയായിരുന്നു അവൻ അപ്പോഴും. ഡോക്ടർ, മീരക്ക് എന്ത് സംഭവിച്ചു? നെഞ്ചിടപ്പോടെ അവൻ ചോദിച്ചു. നന്ദ, മീരയുടെ സർജറി സക്സസ് ആയോ എന്നറിയണേ കുറഞ്ഞത് 2 ദിവസമെങ്കിലും പിടിക്കും. അപ്പോഴേ പെയിൻ കുറച്ച് കുറയും. ഡോക്ടർ, എനി പ്രോബ്ലം? നന്ദൻ ആകാംക്ഷഭരിതനായി. ജസ്റ്റ് വെയിറ്റ്, ഡോക്ടർ അവനെ സമാധാനിപ്പിക്കുന്നോണം പറഞ്ഞു.